അപ്പോൾ പ്രായം എന്ന് പറയുന്നൊരു വലിയ ഘടകമല്ല, പക്ഷേ ഒരു ഊർജ്ജസ്വലത ഉണ്ടാകുക, ചിന്തകൾക്ക് വാർദ്ധക്യം ബാധിക്കാതിരിക്കുക, തല നരച്ചാലും മനസ്സ് നരയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പല്ലുകൊഴിഞ്ഞ സിംഹങ്ങൾ പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇപ്പം സീറ്റിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സഖാവ് EMS മരിക്കുന്നിടം വരെ വേണമെങ്കിൽ കേരളത്തിൽ CPM അധികാരത്തിൽ കിട്ടുമ്പോഴൊക്കെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവാമായിരുന്നു അല്ലേ. അന്ന് ഈ 2 തവണ 3 തവണ എന്നുള്ള ടേം നിബന്ധനയൊന്നുമില്ല, ഇപ്പോഴും ഇല്ല. പിണറായി വിജയൻ ആ നിബന്ധന ബാധകമായിരുന്നില്ല. അപ്പോൾ EMS പോലെയുള്ളവർ നല്ല പ്രായത്തിൽ തന്നെ മാറിക്കൊടുക്കുകയും പുതുതലമുറയ്ക്ക് വഴിമാറി കൊടുക്കുകയും പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൽ ഇത് അത്യപൂർവ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇയാളവിടെ തോക്കണം, അല്ലെങ്കിൽ ഇയാൾ ചാവണം. അവരെ BJPയിലെ നേതാക്കന്മാരെ ആദരിക്കുന്നുമുണ്ട്, അവർ പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്നൊരു സ്വീകാര്യതയുണ്ട്. അവരുടെ ചെറിയ കാലഘട്ടത്തിൽ, ഇപ്പോൾ ചെറിയ പ്രായത്തിൽ അവരുടെ കാരണവന്മാരായിട്ടുള്ള അന്നത്തെ മുതിർന്ന നേതാക്കന്മാർ വഴിമാറി നിന്നതുകൊണ്ടാണ് ഇവർക്ക് അവസരം കിട്ടിയത് എന്ന ഒരു ചിന്തയുണ്ടാവുകയും പുതിയ തലമുറയ്ക്ക് തങ്ങൾ വഴിമാറി കൊടുക്കേണ്ടവരാണെന്നുള്ള ബോധം ഉണ്ടാകുകയാണ് വേണ്ടത്. അൻവർ സാദത്ത് 3 തവണ ജയിച്ചു, ഇനി മത്സരിച്ച് ജയിച്ച അൻവർ സാദത്തിനെ പിടിച്ച് മന്ത്രിയാക്കിക്കൂടെ? വേണ്ട. കൽപ്പറ്റയിൽ നിന്ന് സിദ്ദിഖില്ലേ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, കോൺഗ്രസിൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായിരുന്നു. മുസ്ലിം വിഭാഗത്തിൽ ഒരു മന്ത്രിയെ കിട്ടാത്ത ബുദ്ധിമുട്ടാണ്. മുസ്ലിം വിഭാഗത്തിൽ എന്താ വേറെയുള്ളവരൊക്കെ കഴിവ് കുറഞ്ഞവരാ? ഇവർ ഈ മുതുക്കന്മാരെന്നെ വയസ്സുകാലത്ത് വരണം എന്നുള്ള നിർബന്ധ ബുദ്ധി പഠിക്കുന്നതിനകത്ത് അർത്ഥമില്ല. നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വയസ്സന്മാരെ ഒഴിവാക്കിയിട്ട് യുവാക്കൾക്ക് മുൻഗണന കൊടുക്കണം എന്നൊരു അഭിപ്രായം ഉയർന്നാൽ എന്തായിരിക്കും അതിനെക്കുറിച്ച് പറയാനുള്ളത്? വയസ്സെന്ന് പറയുന്നൊരു കൗണ്ട് മാത്രമാണ്, ഒരു നമ്പർ മാത്രമാണ്. ഒരു 90 വയസ്സിലും, അതായത് ഏറ്റവും കൃത്യമായിട്ട് VS അച്യുതാനന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ വീണ്ടും സ്ഥാനാർത്ഥിയാവുമ്പോൾ അന്ന് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രായത്തെ ആക്ഷേപിച്ചുകൊണ്ടൊരു പരാമർശം നടത്തി. അന്നാണ് പിന്നെ VS അച്യുതാനന്ദൻ പഴയൊരു കവിത ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. പിന്നെ ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് തല നരച്ചതല്ലെൻ്റെ വാർദ്ധക്യം, തല നരക്കായികയല്ലെൻ്റെ യൗവനം, കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുമ്പിൽ തല കുനിക്കായികയാണ് എൻ്റെ യുവത്വം എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രായം എന്ന് പറയുന്നൊരു വലിയ ഘടകമല്ല, പക്ഷേ ഒരു ഊർജ്ജസ്വലത ഉണ്ടാകുക, ചിന്തകൾക്ക് വാർദ്ധക്യം ബാധിക്കാതിരിക്കുക, തല നരച്ചാലും മനസ്സ് നരയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാലഹരണപ്പെട്ട പല്ല് കൊഴിഞ്ഞ സിംഹങ്ങൾ എന്ന് പറയാതിരിക്കുന്നതിൻ്റെ കാരണം അത് സിംഹത്തെ അപമാനിക്കലാവും എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെയുള്ള ചില പല്ലുകൊഴിഞ്ഞ സിംഹങ്ങൾ പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇപ്പം സീറ്റിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും തലസ്ഥാന ജില്ലയിലാണ് ഇത് കൂടുതൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നേടി, പാർട്ടി ഉപയോഗിച്ചുകൊണ്ട് നേടി, കുറേ കാലമായിട്ട് ഒരു പണിയെടുക്കാതിരിക്കുക, എന്നിട്ട് ഇപ്പോൾ ഇലക്ഷൻ ആയപ്പോൾ ഉപ്പായിട്ട് റെഡിയായിട്ട് വന്നിരിക്കുക എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇതിനൊരു മാതൃകയാക്കേണ്ടുന്നത് BJPയെ കുറിച്ച് എടുത്തു നോക്കുക. അപ്പോൾ ഈ ഒന്നും വേണ്ട, സഖാവ് EMS കുറിച്ച് ആലോചിക്കുക. സഖാവ് EMS മരിക്കുന്നിടം വരെ വേണമെങ്കിൽ കേരളത്തിൽ CPM അധികാരത്തിൽ കിട്ടുമ്പോഴൊക്കെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവാമായിരുന്നു അല്ലേ. അന്ന് ഈ 2 തവണ 3 തവണ എന്നുള്ള ടേം നിബന്ധനയൊന്നുമില്ല, ഇപ്പോഴും ഇല്ല. പിണറായി വിജയൻ ആ നിബന്ധന ബാധകമായിരുന്നില്ല. പിന്നെ സഖാവ് EMS 57 മുഖ്യമന്ത്രിയായി, പിന്നീട് പ്രാവശ്യം കൂടിയായി. പക്ഷേ EMS മാറിക്കൊടുത്തതിന് ശേഷമാണ് നായനാർ വരുന്നതൊക്കെ വരുന്നത്. 91 VSനെയാണ് ആക്കാൻ കരുതിയിരുന്നത്, പക്ഷേ അന്ന് ഭരണം കിട്ടിയില്ല. 96 VS മാരാരിക്കുളത്ത് പരാജയപ്പെട്ടുകൊണ്ടാണ് വീണ്ടും നായനാരെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ VSനും അവസരം കിട്ടുമായിരുന്നു, EMS ജീവിച്ചിരുന്ന കാലത്ത് തന്നെയാണ്. 96 VSനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് ഒരു പ്രചരണം നടത്തിയത്. 98 EMS മരിക്കുന്നത്. അപ്പോൾ EMS പോലെയുള്ളവർ നല്ല പ്രായത്തിൽ തന്നെ മാറിക്കൊടുക്കുകയും പുതുതലമുറയ്ക്ക് വഴിമാറി കൊടുക്കുകയും പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. CPIയിൽ PKB മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു. പിന്നെ വേണമെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ CPIയുടെ ഭാഗമായിട്ട് പിന്നീട് നായനാരോ ഇവരൊക്കെ വരുന്ന സമയത്ത് വേണമെങ്കിൽ വീണ്ടും മത്സരിച്ചിട്ട് അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റും, ധനകാര്യ വകുപ്പ് ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം അദ്ദേഹത്തെ പോലെ സീനിയറായ ഒരാൾക്ക് കുറച്ചുകൂടി, മറ്റേത് മാക്സിമം അവർക്ക് കൊടുക്കുന്ന റവന്യൂ വകുപ്പാണ് പ്രധാനപ്പെട്ട വകുപ്പ്, അതിനപ്പുറത്തേക്ക് ഒരു വകുപ്പിലേക്ക് PKBക്ക് പോകാൻ പറ്റിയിരുന്നു. PKB പോലെയുള്ളൊരു മാറി, NE ബലറാമിനെ പോലെയുള്ളവർ, അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് ഒരുപാട് പേരുണ്ട്. BJPക്കകത്ത് തന്നെ എടുത്തു നോക്കും. BJPക്കകത്ത് പിന്നെ അദ്വാനി ഉപപ്രധാനമന്ത്രിയായിരുന്നു വാജ്പേയിയുടെ മന്ത്രിസഭയിൽ. വീണ്ടും വേണമെങ്കിൽ അദ്ദേഹത്തിന് വരാം. മുരളി മനോഹർ ജോഷി, ഇങ്ങനെയുള്ള ഒരുപാട് പേര് പിന്നീട് വഴിമാറി കൊടുക്കുകയാണ് പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട്. ചെറിയ അനിഷ്ടങ്ങളും നീരസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായിരുന്നാലും ശരി, അവരെ BJPയിലെ നേതാക്കന്മാരെ ആദരിക്കുന്നുമുണ്ട്, അവർ പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്നൊരു സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യതയെക്കുറിച്ച് ബോധമില്ലാത്ത കുറേ ആൾക്കാരാണ് ഇപ്പുറത്തുള്ളതെന്നുള്ളത്. അപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടി 2006 VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ പൊന്നാനിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന 2011 പാർട്ടി ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം നിന്നില്ല. അദ്ദേഹം വഴിമാറി കൊടുത്തിട്ടാണ് ശ്രീരാമകൃഷ്ണൻ വരുന്നത്. അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണൻ 2011 അവിടെ നിന്ന് വിജയിക്കുന്നു. 2016 അദ്ദേഹം സ്പീക്കറായിട്ട് മാറുന്നു. അങ്ങനെ പുതുതലമുറയ്ക്ക് മാറിക്കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. കോൺഗ്രസിൽ ഇത് അത്യപൂർവ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇയാളവിടെ തോക്കണം, അല്ലെങ്കിൽ ഇയാൾ ചാവണം. സത്യം. അല്ലാതെ ഇവന്മാർ മാറിക്കൊടുക്കില്ല. അതിന് അപവാദമായിട്ടുള്ള 2-3 കേസുകളേ ഉള്ളൂ.
ഒന്ന് കഴിഞ്ഞ തവണ ഇരിക്കൂരിൽ നിന്ന് ഒരുപാട് തവണ മത്സരിച്ച് തുടർച്ചയായിട്ട് വിജയിച്ച് നിയമസഭയിലെത്തിയിരുന്ന KC ജോസഫ് കഴിഞ്ഞ തവണ മാറിക്കൊടുത്ത് അവിടെ നിന്ന് സജീവ് ജോസഫ് മത്സരിച്ച് വിജയിച്ചു. KC ജോസഫ് പറഞ്ഞ് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് എഴുതിയിട്ട് കോൺഗ്രസിൻ്റെ പണി നിർത്തിയിട്ട് മൂപ്പര് വീട്ടിൽ പോയിരുന്നിട്ടൊന്നുമില്ല. മൂപ്പര് വീണ്ടും രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം ഒരു കാരണവരായിട്ട് ഇടപെടുന്നുണ്ട്. ഇത്തവണ ഇപ്പോൾ ബാബുചേട്ടൻ നമ്മളെ തൊട്ടപ്പുറത്ത് തൃപ്പൂണിത്തറയിൽ ബാബുചേട്ടൻ സ്വയം മാറാൻ സ്വമേധയാ അദ്ദേഹം മാറാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുക. അദ്ദേഹത്തിൻ്റെ മേലെ ഫോഴ്സ് ഉണ്ട്. അതും കൂടി ആലോചിച്ച് വെക്കണം. ബാബുചേട്ടൻ തന്നെ നിന്നാലേ സീറ്റ് കിട്ടുള്ളൂ, നിലനിർത്താൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും BJP സീറ്റ് പിടിക്കുന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുക. ബാബുചേട്ടൻ അവിടെ 2016 അവിടെ M സ്വരാജിനോട് പരാജയപ്പെട്ടതാണ്. പ്രത്യേക ഘട്ടത്തിൽ 21 സീറ്റ് തിരിച്ചു പിടിച്ചു. പക്ഷേ പുള്ളി പറഞ്ഞാൽ ഞാനീ നിൽക്കുന്നില്ല, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാനിപ്പോൾ നിൽക്കണമെന്നില്ല. ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിലും എണീറ്റ് നടക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും ICUവിൽ കിടന്നിട്ടാണെങ്കിലും എനിക്ക് MLA ആയിട്ടോ മന്ത്രിയായിട്ടോ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കാലഘട്ടത്തിലാണ് ബാബുചേട്ടൻ ഇങ്ങനെ തീരുമാനം എടുത്തു എന്നുള്ള. ബാബുചേട്ടൻ മാറുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ഒരു ഫോഴ്സ് ചെയ്യുന്നുണ്ട് നേതാക്കന്മാരെല്ലാം. ഗ്രൂപ്പ് വ്യത്യാസം തന്നെയാണ്. കാരണം ഒരു സീറ്റ് നിർണായകമാണ്. ബാബു നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ BJPക്കും മറ്റവർക്കൊന്നും സ്പേസ് ഇല്ല. പക്ഷേ ബാബു മാറുകയാണെങ്കിൽ BJPക്ക് സ്വാഭാവികമായിട്ടൊരു സ്പേസ് ഉണ്ട്. കാരണം ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. എന്നിട്ടും ബാബുചേട്ടൻ മാറാൻ തീരുമാനിക്കുകയാണ്. അതേസമയം തിരുവനന്തപുരം ജില്ലയിൽ, കാരണം ഇവരാലോചിക്കേണ്ടത് തിരുവനന്തപുരം ജില്ലയിൽ 3 പേരാണ് കുപ്പായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത്. 3 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വർക്കല കഹാർ 3 തവണ MLA ആയ ആളാണ്. ഒന്ന് MA വാഹിദ് 3 തവണ MLA ആയ ആളാണ്. ഒന്ന് MM ഹസൻ പലതവണ MLA ആയി മന്ത്രിയാവുകയും ഒക്കെ ചെയ്ത ആളാണ്. 3 പേർക്ക് 75 കഴിഞ്ഞു. MM ഹസന് 79 ദേശാടനക്കിളി എന്നാണ് രാഷ്ട്രീയത്തിനകത്ത് തന്നെയുള്ള പേര്. ഇവരിത് മാറിക്കൊടുത്ത് പുതിയ തലമുറയ്ക്ക് വരണ്ടേ? ഇവർക്ക് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വരാൻ അവസരം കിട്ടിയത്? ഇവർക്ക് രാഷ്ട്രീയത്തിൽ വരാൻ അവസരം കിട്ടിയത് അവരുടെ മുൻ തലമുറ മാറിക്കൊടുത്തത് കൊണ്ടാണ്. അവരുടെ മുൻ തലമുറ ഇതേവരെ ചാവണ വരെ എനിക്ക് തന്നെ MLA ആയിട്ടിരിക്കണം, എനിക്ക് തന്നെ മന്ത്രിയാവണം, ഞാൻ തന്നെ മതി എന്നുള്ളത് തീരുമാനിക്കുകയാണെങ്കിൽ, പുതിയതായിട്ട് ആരും വരണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, ഇവരൊക്കെ 40 വയസ്സിന് മുമ്പ് തന്നെ പാർലമെൻ്ററി രംഗത്ത് കടന്നു വന്നവരാ. നമ്മളിപ്പോൾ ആദ്യം എടുത്ത് നോക്കുമ്പോൾ വർക്കല കഹാറിനെ കുറിച്ച് പറയാം. വർക്കല കഹാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 75 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹം മൊത്തം 6ഓളം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും 3ഓളം തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയും ചെയ്തു. 40ാമത്തെ വയസ്സിൽ 1991 ഇപ്പോൾ 75 വയസ്സ് കഴിഞ്ഞു. 91 40ാമത്തെ വയസ്സിൽ അദ്ദേഹം വർക്കല രാധാകൃഷ്ണനെതിരെ മത്സരിച്ചന്ന് പരാജയപ്പെട്ടു. പക്ഷേ 2001 2006 2011 അദ്ദേഹം തുടർച്ചയായിട്ട് അവിടെ നിന്ന് ഹാട്രിക് അടിച്ച് വിജയിച്ചു. പിന്നീട് അദ്ദേഹം വീണ്ടും പരാജയപ്പെട്ടു. പക്ഷേ ഇപ്പോൾ വീണ്ടും പഴയ കതറൊക്കെ എടുത്ത് അലക്കി തേച്ച് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുക, സ്ഥാനാർത്ഥിയാവാൻ തയ്യാറായിട്ട് നിൽക്കുക. ഇത്രയും നാൾ വർക്കല കഹാർ എവിടെയായിരുന്നു? എന്ത് പണിയെടുത്തിട്ടുള്ളത്? സംഘടനാ പണി ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്? ഏതെങ്കിലും സമരമുഖത്ത് കണ്ടിട്ടുണ്ടോ? ഒന്നും കണ്ടിട്ടില്ല. അടുത്ത ആൾ MA വാഹിദ് ഇവരൊന്നും കഴിവില്ലാത്തവരാണെന്നുള്ളതല്ല. ഇവരുടെ ഈ പാർലമെൻ്ററി വ്യാമോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരാഗ്രഹം നടത്തും. പാർലമെൻ്ററി മോഹമല്ല, പാർലമെൻ്ററി ആഗ്രഹമല്ല, ഇത് വ്യാമോഹമാണ്, ഇത് ദുരാഗ്രഹമാണ്. അതുകൊണ്ടാണ് ആർത്തി പിടിക്കുക എന്ന് പറയില്ലേ. ആവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടി, അംഗീകാരങ്ങൾ കിട്ടി, പദവികൾ കിട്ടി. ഇനി അത് ബാക്കിയുള്ള പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും രംഗത്ത് വരികയും ചെയ്യുന്നതിന് പകരമാണ്. MA വാഹിദ് 76 വയസ്സോളാകാൻ 75 കഴിഞ്ഞു. 1988 അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് അദ്ദേഹം വരുന്നത്. 88 എന്ന് പറയുമ്പം ഏകദേശം 37 വർഷം മുമ്പാണ്. 40 വയസ്സ് തികയുന്നതിന് മുമ്പ് 39ാമത്തെ വയസ്സിൽ മൂപ്പര് അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി. 95 അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രതിപക്ഷ നേതാവായി. മേയർ കാൻഡിഡേറ്റ് ആയിരുന്നു, പക്ഷേ ഭരണം കിട്ടാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവായി. 2001 ആ സീറ്റ്, ഈ കഴക്കൂട്ടം സീറ്റ് ഇവർക്ക് കൊടുത്തു, മുസ്ലിം ലീഗിന് കൊടുത്തു. മുസ്ലിം ലീഗിന് കൊടുത്തപ്പോൾ ഇദ്ദേഹം അതിൽ പ്രതിഷേധിച്ച് റിബനായിട്ട് നിൽക്കുക ചെയ്തത്. ഇരു മുന്നണികളെയും പരാജയപ്പെടുത്തിയിട്ടാണ് വരുന്നത്. ഇരു മുന്നണികളെയും പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ മുഴുവൻ വാഹിദിൻ്റെ കൂടെ നിന്നു, ലീഗിന് ആ സീറ്റ് കൊടുത്തതിൽ പ്രതിഷേധിച്ചിട്ട്. 2006 2011 കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചു. അതായത് 2001 2006 2011 ഈ പറഞ്ഞ വർക്കല കഹാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഹാട്രിക് അടിച്ചു. ഹാട്രിക് അടിച്ചതിന് ശേഷം 2016 അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രനോട് പരാജയപ്പെട്ടു. കടകംപള്ളി സുരേന്ദ്രൻ അത്തോളം മന്ത്രിയായി. കടകംപള്ളി സുരേന്ദ്രൻ 2021 വീണ്ടും മത്സരിച്ച് വിജയിച്ചു. ഇത്തവണ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നത് നെടുമങ്ങാട് സീറ്റിനാണ്. കാരണം പഴയ കഴക്കൂട്ടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നെടുമങ്ങാടിൻ്റെ കുറച്ച് മുസ്ലിം പോക്കറ്റുകളും ഉണ്ടൊക്കെ ഉണ്ട്. കോൺഗ്രസ് കുഴപ്പമില്ലാതെ അവിടെ നിന്നാൽ ജയിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ വാഹിദൊക്കെ ഇനി പോയി കഴിഞ്ഞാൽ പഴയ വാഹിദല്ല. പഴയ വാഹിദ് റിബലായിട്ട് നിന്നപ്പോൾ ജയിച്ച ആ വാഹിദല്ല. ഈ പഴയ സാധനത്തിനൊക്കെ ഇനിയും കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ കൊണ്ടിട്ട് മ്യൂസിയത്തിൽ കൊണ്ടുപോയിടണമെന്നേ, അല്ലെങ്കിൽ ഇന്ദിരാഭവനിൽ ഓരോ റൂം ഇട്ട് കൊടുക്കുക, എന്നിട്ട് അവിടെ കൊണ്ടേ ഇരുത്തുക. പുള്ളിക്ക് ഇപ്പം നെടുമങ്ങാട് നിൽക്കണം. മറ്റേ ആൾ നോക്കുന്നത് വർക്കലെ തന്നെ വീണ്ടും നിൽക്കാനാണ്, വർക്കല കഹാർ നോക്കുന്നത്. 3ാമത്തെ ആൾ MM ഹസൻ. അതാണ് ഏറ്റവും രസകരം. MM ഹസന് പറയണത് എന്താണെന്ന് പോലും മര്യാദയ്ക്ക് അറിയില്ല. MM ഹസന് കിട്ടാത്ത പദവികളില്ല, കഴിവുകൊണ്ട് മാത്രം കിട്ടിയൊന്നുമല്ല. VK ആൻ്റണിയുടെ കൂടെ ഇങ്ങനെ പെട്ടിയും പിടിച്ചൊക്കെ നടന്നും സോപ്പിട്ടും പുള്ളി വോട്ട് ചെയ്യാൻ പോകുമ്പോഴും കൂടെ വോട്ട് ചെയ്യാൻ പോകും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും കൂടെ നടന്ന് അങ്ങനെ നടന്നിട്ട് 79 വയസ്സായി. UDFൻ്റെ ചീഫ് വിപ്പായിട്ടുണ്ട്. അതേപോലെ തന്നെ UDFൻ്റെ കൺവീനറായിട്ടുണ്ട്. പാർലമെൻറ്റിൽ അവരെ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പായിരുന്നു. UDFൻ്റെ കൺവീനറായി. മന്ത്രിയായിട്ടുണ്ട്.
KPCCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇദ്ദേഹം 34ാമത്തെ വയസ്സിൽ, ഇപ്പോൾ 79 ഉണ്ട്. അതായത് 45 വർഷം മുമ്പ് 34ാമത്തെ വയസ്സിൽ 1980 45 വർഷം മുമ്പ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് മത്സരിച്ച് MLA ആവുന്നത്, അദ്ദേഹത്തിന് അവസരം കിട്ടിയതാണ് കഴക്കൂട്ടത്ത്. ആലോചിച്ച് നോക്കണം. അപ്പം ഇപ്പം 34 വയസ്സും 40 വയസ്സുള്ളവർക്കും 45 വയസ്സുള്ളവർക്കും വരെ മത്സരിക്കാൻ അവസരം കൊടുക്കാതെ 79ാമത്തെ വയസ്സിൽ കുടിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന കാലത്തും വീണ്ടും പോയിട്ട് മത്സരിക്കണം. ദേശാടനക്കിളി എന്നുള്ള പേര് കേരളത്തിൽ ആകെ ഈ സീസൺ ബേർഡ് എന്നുള്ള പേരുള്ള ഒരേ ഒരു രാഷ്ട്രീയക്കാരനാണ് ഇദ്ദേഹം. കോൺഗ്രസ്സുകാരൻ അധിക്ഷേപിക്കുന്നതാണ് MMS-നെ. ഇദ്ദേഹം കഴക്കൂട്ടത്തിൽ 80-ൽ മത്സരിച്ച് വിജയിക്കുന്നു, 82-ൽ വീണ്ടും മത്സരിച്ച് വിജയിക്കുന്നു. 87 ആകുമ്പോൾ കഴക്കൂട്ടത്തിൽ നിന്ന് മാറി തിരുവനന്തപുരം വെസ്റ്റിലേക്ക് പോകണം. 87-ൽ തിരുവനന്തപുരം വെസ്റ്റ് മത്സരിച്ച് വിജയിക്കുന്നു. 91-ലും തിരുവനന്തപുരം വെസ്റ്റിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. 91-ൽ മത്സരിച്ച് വിജയിച്ച് ആ സമയത്ത് AK ആന്റണിയുടെ മന്ത്രിസഭയിൽ കുറച്ചു കാലം അങ്ങായിട്ടിരിക്കുന്നു. കാരണം കരുണാകരൻ 95-ൽ മാറിയിട്ട് AK ആന്റണി വരുമ്പോൾ മന്ത്രിസഭയിൽ അങ്ങായി. കാരണം AK ആന്റണിയുടെ, ഞാൻ പറഞ്ഞല്ലോ, AK ആന്റണിയെ സോപ്പിട്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ ഗാന്ധിസൊന്നുമില്ല, മൂപ്പർക്ക് ആന്റണീസേ ഉള്ളൂ. ആന്റണിയെ മണിയടിച്ച് സോപ്പിട്ട് അങ്ങനെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ പുള്ളി അന്ന് മന്ത്രിയായി കഴിഞ്ഞു. പക്ഷേ 96-ൽ അദ്ദേഹം തോറ്റു. 96-ൽ നിയമസഭയിലേക്ക് തോറ്റ പുള്ളിയെ നേരെ 98-ൽ ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലം, ഇപ്പോഴത്തെ നമ്മൾ ആറ്റിങ്ങിൽ പഴയ ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലം, അവിടെ ഒന്ന് മത്സരിപ്പിച്ചു. അന്ന് അദ്ദേഹം വർക്കല രാധാകൃഷ്ണനോടാണെന്ന് തോന്നുന്നു, അന്ന് പരാജയപ്പെട്ടു. 98-ൽ തോറ്റ ആളെ വീണ്ടും 2001-ൽ, അതായത് 96-നും 2001-നും ഇടയ്ക്ക് 5 വർഷമാണുള്ളത്. 5 വർഷത്തിൽ 2 പ്രാവശ്യം നിയമസഭയ്ക്ക് മത്സരിക്കുന്നു, 1 തവണ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു. ആലോചിച്ച് നോക്ക്, വേറെ ആർക്കെങ്കിലും അവസരം കൊടുക്കണ്ടോ? 96-ൽ തോക്കുന്നു, 98-ൽ തോക്കുന്നു, 2001-ൽ വീണ്ടും കൊണ്ടുവന്നിടുന്നത് എവിടെയാ? 96-ൽ തോക്കുന്നത് തിരുവനന്തപുരം വെസ്റ്റിൽ, 98-ൽ തോക്കുന്നത് ലോക്സഭയ്ക്ക് ചിറയൻകീഴിൽ, 2001 കൊണ്ടുപോയിടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നേ മാറ്റിയിട്ട് നേരെ ആലപ്പുഴ ജില്ലയിൽ കൊണ്ടുപോയിട്ട് കായംകുളത്ത് കൊണ്ടുപോയിട്ടു. കായംകുളത്തുനിന്ന് മൂപ്പര് ജയിച്ചു, മൂപ്പരെ മന്ത്രിയാക്കി. എന്നിട്ടും ആർത്തി തരുന്നില്ല. 2016-ൽ പോയിട്ട് ചടയമംഗലത്ത്, കൊല്ലം ജില്ലയിൽ, തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴി പിന്നെ തിരിച്ച് കൊല്ലത്തേക്ക് പോവുക. ഇനിയിപ്പോൾ എന്നാണോ ഇങ്ങോട്ടൊക്കെ കെട്ടിയിറങ്ങാമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ മലപ്പുറത്തേക്കൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. ചടയമംഗലത്ത് പോയി നിന്നു. മുല്ലക്കര രത്നാകരനോട് 2016-ൽ തോറ്റു. 2016-ൽ അന്ന് മുല്ലക്കര 2 മന്ത്രിയാവുകയും ചെയ്തു. അപ്പം ഇത്തവണ ഈ ദേശാടനക്കിളി ഇപ്പം കണ്ടുവച്ചിരിക്കുന്ന മണ്ഡലം അരുവിക്കരയാണ്. അരുവിക്കര മണ്ഡലത്തിൽ പിന്നെ പുള്ളി നിൽക്കാൻ വേണ്ടി റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുക. 79 വയസ്സുണ്ട്. ആലോചിക്കണം. പുതിയ ചെറുപ്പക്കാർ വരട്ടെ എന്നല്ല കരുതേണ്ടത്. ഇവരെ 3 പേരുടെയും താല്പര്യം, MA വാഹിദിൻ്റെ ആണെങ്കിലും വർക്കല കാക്കാറിൻ്റെ ആണെങ്കിലും MMS-ൻ്റെ ആണെങ്കിലും, അവരുടെ ഉള്ളിലെ രാഷ്ട്രീയ കുബുദ്ധി എന്ന് പറയുന്നത് ഇത്തവണ അധികാരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വന്നാൽ, UDF അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ഈ മുസ്ലിം വിഭാഗത്തു നിന്ന് അധികം മന്ത്രിമാരുണ്ടാവില്ല കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന്. കാരണം മുസ്ലിം ലീഗിന് തന്നെ പിന്നെ 4 മന്ത്രിമാർ സ്ഥിരമായിട്ടുണ്ടാവാറുണ്ടായിരുന്നു, പണ്ട് തൊട്ടേ ഉണ്ടാവാറുണ്ടായിരുന്നു. അത് 91-ലാണെങ്കിലും പിന്നെ 2001-ലാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2011-ലെ ഉമ്മൻചാണ്ടി മിനിസ്ട്രിയുടെ സമയത്ത് ലാസ്റ്റിൽ ക്യാബിനറ്റിലെ ഷഫ്ലിംഗ് വന്നപ്പോഴാണ് ഈ 5ാം മന്ത്രി വന്നത്. ഇത്തവണയും അവർക്ക് ഒന്നുകിൽ 5 മന്ത്രിസ്ഥാനം UDF അധികാരത്തിൽ വന്നാൽ ലീഗിന് കൊടുക്കേണ്ടി വരും. അതല്ല, കുഞ്ഞാലിക്കുട്ടി ഡെപ്യൂട്ടി CM ആകുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പിന്നെ +3 4 മന്ത്രിസ്ഥാനത്തിൽ അവർ തൃപ്തരാകും. കുഞ്ഞാലിക്കുട്ടി ഡെപ്യൂട്ടി CM ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 5 മന്ത്രിസ്ഥാനം തന്നെയാവും വേണ്ടി വരിക. ഈ 5 പേരും മുസ്ലിം സമുദായത്തിൽ നിന്ന് വരിക. പിന്നെ കോൺഗ്രസിന് ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കോൺഗ്രസിന് ഒരാളെന്ന് പറഞ്ഞാൽ പണ്ട് ആര്യാടൻ മുഹമ്മദാണ് സ്ഥിരമായിട്ടുണ്ടായിരുന്നത്. ഇടക്കാലത്ത് മാത്രമാണ് MMS-ന് അവസരം കിട്ടിയത്. ഇപ്പം ഇവർ 3 പേരും കണക്കൂട്ടുന്നത്. വർക്കലക്കാരായിരുന്നു, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ സീനിയർ ഞാനാണല്ലോ, എനിക്ക് മന്ത്രിയാവാം. MA ഇതും അത് തന്നെയാണ് കണക്കൂട്ടുന്നത്. ഞാൻ 3 വട്ടം 4ാം വട്ടമാണല്ലോ പിന്നെ വരുന്നത്. ഇപ്പം 2 പേരും 4ാം വട്ടമാണല്ലോ വരുന്നത്. MMS-നും 2 തവണ മന്ത്രിയായതാണ്, പലതവണ തോറ്റതാണ്, ലോകത്തുള്ള എല്ലാ മണ്ഡലങ്ങളിലും പോയതാണ്. തമിഴ്നാടും കർണാടകയും ഒന്നും കേരളത്തിൻ്റെ ഭാഗമായിട്ടല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് മത്സരിക്കായിരുന്നു പുള്ളി. അപ്പോൾ ഇങ്ങനെയുള്ള കാലത്ത് ഈ 79 വയസ്സിൽ പുള്ളിക്കും മത്സരിക്കണം അരുവിക്കരയിൽ. കഴിഞ്ഞ തവണ ആ സീറ്റ് നഷ്ടപ്പെട്ടതാണ്. കാരണം അവിടെ G. കാർത്തികേയൻ മത്സരിച്ച് വിജയിച്ചു. അതിനുശേഷം അവിടെ 2011-ൽ അതിന് ശേഷം അദ്ദേഹം മരണപ്പെടുമ്പം അവിടെ ശബരിനാഥൻ, അദ്ദേഹത്തിൻ്റെ മകൻ, ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നു. 16-ൽ വീണ്ടും ശബരിനാഥൻ മത്സരിച്ച് വിജയിക്കുന്നു. ആ മണ്ഡലത്തിൻ്റെ ഘടനയിൽ വലിയ വ്യത്യാസം വന്നു. CPM ഏരിയ സെക്രട്ടറി ആയിരുന്ന സ്റ്റീഫനെയാണ് 2021-ൽ അവിടെ നിർത്തിയത്. ശബരിനാഥ് പരാജയപ്പെടുന്നു. ശബരിനാഥ് ഇപ്രാവശ്യം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, മിക്കവാറും വട്ടിയൂർക്കാവിൽ ആയിരിക്കും ശബരിനാഥ് വരുന്നത്. അവിടെ നിന്ന് മിക്കവാറും ശബരിനാഥ് ജയിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ചങ്ങായി എന്തിനാണ് കാരണവന്മാരല്ലേ അതിൻ്റെ നിലയും വിലയും കാണിക്കണ്ടേ? അതിൻ്റെ ഉത്തരവാദിത്വം വേണ്ടേ? ഇപ്പോൾ ഒരു ബിസിനസ് നമുക്കുണ്ടെങ്കിൽ തന്നെ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മക്കളെയൊക്കെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് അച്ഛൻ മോനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ പറയാണ് മുത്തശ്ശൻ വന്നിട്ട് പിന്നെ ഇതിൻ്റെ എനിക്ക് വേണം അതിൻ്റെ പിന്നെ മാനേജിങ് ഡയറക്ടർ ആവണം എന്ന് പറഞ്ഞാൽ വന്നാൽ ഇങ്ങനെ ഉണ്ടാവും. അച്ഛൻ മാറി, വിരമിച്ചു. അതായത് ഇവരെക്കാൾ പ്രായം കുറഞ്ഞവർ മാറിയിരുന്നു. ഇവർക്ക് ശേഷം വന്നിട്ടുള്ള KC ജോസഫും K. ബാബു ഉൾപ്പെടെയുള്ളവർ മാറി നിൽക്കുന്ന സമയത്ത് ഇവർക്ക് വീണ്ടും വന്നിട്ട് നൂലുമ കെട്ടി ഇവിടെ ഇറങ്ങണമെന്ന് 5 വയസ്സിൻ്റെ പണി കുറേ നാളായിട്ട് എടുക്കണമില്ല, ഒന്നിനും കൊള്ളുമില്ല എന്നുള്ളത് തെളിയിക്കുകയാണ്. അതേസമയം അവരിപ്പോൾ ചെയ്യേണ്ടത് എന്താ? പിന്നെ കുടുംബത്തിലെ കാരണവന്മാരെ പോലെ, പിന്നെ ഇപ്പോൾ ഒരു കല്യാണ വീട്ടിലെ കാരണവന്മാർ ഒക്കെ എല്ലായിടത്തും മേൽനോട്ടം നടത്തുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് വേണ്ടത്. ഇവർ 3 പേരും നിന്നാലും അപ്പുറത്ത്
നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു യൂത്ത് ടീമിനെ ആയിരിക്കും LDFും NDAയും BJPയും നിർത്താൻ പോണത്. നെടുമങ്ങാട് BJPക്ക് വേണ്ടിയിട്ട് മിക്കവാറും വരിക യുവരാജ് ഗോകുലാണ്. അരുവിക്കരയിലും പിന്നെ കുഴപ്പമില്ലാത്ത ചെറുപ്പക്കാരായിട്ടുള്ള ആളാണ് വരിക. ഈ അരുവിക്കരയിൽ നിലവിലുള്ള CPMൻ്റെ MLA സ്റ്റീഫൻ വളരെ ഫിറ്റാണ്. അതേപോലെ തന്നെ കഴക്കൂട്ടത്തും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മത്സരം നടക്കാൻ പോകുന്നൊരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ കഴക്കൂട്ടത്ത് നിർത്തേണ്ടത് ജയസഹിലിനെയാണ്, നെടുമങ്ങാട് നിർത്തേണ്ടത് BRM ഷഫീറിനെയാണ്, ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. അത് ഇതിലെ കൂടി കേട്ട് അപ്പുറത്ത് കൂടി വിടുന്ന ആൾക്കാരാണ്, ഈ ചെവി കൂടി വിടുന്ന ആൾക്കാരാണ്. ഇവർ ചിന്തിക്കേണ്ട എത്രയാണ്. ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ, അവരുടെ ചെറിയ കാലഘട്ടത്തിൽ, ഇപ്പോൾ ചെറിയ പ്രായത്തിൽ അവരുടെ കാരണവന്മാരായിട്ടുള്ള അന്നത്തെ മുതിർന്ന നേതാക്കന്മാർ വഴിമാറി നിന്നതുകൊണ്ടാണ് ഇവർക്ക് അവസരം കിട്ടിയത് എന്ന ഒരു ചിന്തയുണ്ടാവുകയും പുതിയ തലമുറയ്ക്ക് തങ്ങൾ വഴിമാറി കൊടുക്കേണ്ടവരാണെന്നുള്ള ബോധം ഉണ്ടാകുകയാണ് വേണ്ടത്. ഇവരെന്നെ മന്ത്രിയാവണമെന്നുണ്ട് UDF അധികാരത്തിൽ വന്നാൽ. ഇനിയിപ്പോൾ ഇവർ മൂന്നും കൂടി മത്സരിച്ചു നോട്ടിക്കാം. മൂന്നും കൂടി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിയോളടിയിരിക്കും. എനിക്ക് മന്ത്രിയാവണം, എനിക്ക് മന്ത്രിയാവണം, എനിക്ക് മന്ത്രിയാവണം എന്നുണ്ട്. 3 പേർക്കും ഇത്തവണ സീറ്റ് കൊടുക്കാനോ മത്സരിപ്പിക്കാനോ പാടില്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അത് കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും കോൺഗ്രസിനകത്ത് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്ക് അധികം സീറ്റ് കിട്ടുന്നില്ല. കാരണം മുസ്ലിം ലീഗ് വലിയൊരു കാര്യമായിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല മുമ്പ് കേരള കോൺഗ്രസ് പ്രബലമായി നിന്നപ്പോൾ. ഇപ്പോൾ പിന്നെ ജോസഫ് ഗ്രൂപ്പും ഈ ഒരു പിന്നെ അനൂപ് ജേക്കബും മാത്രമേ ഉള്ളതുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് കിട്ടും. പക്ഷേ മുസ്ലിം വിഭാഗത്തിലുള്ളവർ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് കോൺഗ്രസിനകത്ത്. അത് കാലങ്ങളായിട്ടുള്ള പ്രശ്നമാണ്. കഴിവുള്ള ആൾക്കാർ വേറെ ഇല്ലേ? ആലുവ MLA അൻവർ സാദത്തില്ലേ? അൻവർ സാദത്ത് 3 തവണ ജയിച്ചു. ഇനി മത്സരിച്ച് ജയിച്ച അൻവർ സാദത്തിനെ പിടിച്ച് മന്ത്രിയാക്കി കൂടെ? വേണ്ട. കൽപ്പറ്റയിൽ നിന്ന് സിദ്ദിഖില്ലേ? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, കോൺഗ്രസിൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായിരുന്നു, ഒക്കെ ആയിരുന്നു. നല്ല കഴിവുള്ള ലീഡറല്ലേ സിദ്ദിഖ്. സിദ്ദിഖ് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന മികച്ച പാർലമെന്റേറിയനും അല്ലേ. അൻവർ സാദത്ത് പിന്നെ കുറച്ച് സൈലൻ്റാണ്. സിദ്ദിഖ് കഴിഞ്ഞ തവണ കൽപ്പറ്റയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു. ഇത്തവണ വീണ്ടും മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ സിദ്ദിഖിനെ മന്ത്രിസഭയിൽ എടുത്തൂടെ? മലബാറിൽ നിന്നും കൂടിയല്ലേ? മലബാറിലല്ലേ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇടയിലല്ലേ കോൺഗ്രസ് അവരുടെ സംഘടനാപരമായ സ്വാധീനം കൂടുതൽ നിലനിർത്തേണ്ടത്? ഇപ്പോഴത്തെ എന്തായാലും ഉള്ളത് നഷ്ടപ്പെടില്ല. ഇനി അതുമല്ല, ആര്യാടൻ ഷൗക്കത്തില്ലേ? ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ കഴിഞ്ഞ വർഷം 2025 ബൈ ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ചു. വീണ്ടും മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ കഴിവുള്ള ആൾ തന്നെയല്ലേ ആര്യാടൻ ഷൗക്കത്ത്? KPCC ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളല്ലേ? ആര്യാടൻ ഷൗക്കത്തിലാക്കിക്കൂടെ? ആര്യാടൻ ഷൗക്കത്ത് ഉണ്ട്, അൻവർ സാദത്ത് ഉണ്ട്, പിന്നെ സിദ്ദിഖ് ഉണ്ട്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രിയെ കിട്ടാത്ത ബുദ്ധിമുട്ടാണ്. മുസ്ലിം വിഭാഗത്തിൽ എന്താ വേറെ ഉള്ളവരൊക്കെ കഴിവ് പറഞ്ഞുവരാ? ഇവർ ഈ മുതുക്കന്മാർ തന്നെ വയസ്സുകാലത്ത് വരണം എന്നുള്ള നിർബന്ധ ബുദ്ധി പഠിക്കുന്നതിനകത്ത് അർത്ഥമില്ല. എന്തായിരുന്നാലും കോൺഗ്രസ് ഇതിനകത്ത് ഉചിതമായ തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ അപ്പുറത്ത് ശക്തമായ ഒരു യുവനിരയുമായി LDF രംഗത്ത് വരും, പിന്നെ NDA രംഗത്ത് വരും. ആ NDA രംഗത്ത് വരുന്ന സമയത്ത് കാഴ്ചബംഗ്ലാവുന്ന ഈ പഴയ സാധനങ്ങൾ മുതലൊക്കെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊന്നും എടുത്ത് ഈ പുരാവസ്തുക്കളൊക്കെ കൂടെ സ്വീകരിക്കാൻ വോട്ടർമാരെ മനസ്സ് തയ്യാറാവില്ല എന്നുള്ള സാമാന്യ ബോധം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായാൽ അവർക്ക് നല്ലതെന്ന് മാത്രമേ പറയാനുള്ളൂ.